ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് April 6th ആണ്, എൻ്റെ 20th ബർത്ത്ഡേ ആണ്. ഐ എം സോ എക്സൈറ്റഡ്. ഇവിടെ ഇപ്പോഴും April 5th ആയിട്ടുള്ളൂ, അതായത് 10:15 ആയിട്ടുള്ളൂ. നാട്ടിൽ 12:15. അപ്പൊ എൻ്റെ ബർത്ത്ഡേ ആയി ഗൈസ്. ഞാൻ എന്താ ഇത്ര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഏപ്രിൽ എന്ന മന്താണ് എൻ്റെ ഫേവറേറ്റ് മന്ത്. ഞാൻ ഏപ്രിൽ എന്നെ മാക്സിമം പാമ്പർ ചെയ്യാറുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ പാരൻസ് രണ്ടാളും ഒരു ബർത്ത്ഡേക്ക് പോലും എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എങ്കിലും ഒരു തരാത്തതില്ല. എല്ലാ വർഷവും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്, അന്നെപ്പോലൊരു ബർത്ത്ഡേക്ക് പ്രാന്തുള്ള ഒരുത്തീനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലയാണ്. അതേപോലെ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് ആരും എന്നെ വിഷ് ചെയ്യാൻ മറക്കലില്ല. കറക്റ്റ് 12 മണിക്ക് തന്നെ അവരെല്ലാവരും എന്നെ വിഷ് ചെയ്യാറുണ്ട്. അപ്പം നാട്ടിൽ 12 മണി ആയപ്പോൾ തന്നെ വിഷ് ചെയ്യാനും കോൾ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ 12 മണി ആയ അവിടെ എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഈ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബെഡ്ഷീറ്റും കംഫർട്ടർ അങ്ങനെ എല്ലാം കൂടെ വരുന്ന ഒരു ഫുൾ ബെഡിന്റെ ഒരു സെറ്റാണ്. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ആഫ്രിക്കൻ അങ്കിള്, യൂനസ് അങ്കിളും സാറാൻറ്റിയും. അവർ രണ്ടാളും വന്നപ്പം ഇപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണിത്. ഐ എം സോ ഹാപ്പി ആൻഡ് സോ താങ്ക്ഫുൾ ടു ദം. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ ഇപ്പം അച്ഛനും അമ്മയും എപ്പോഴും ഞങ്ങൾ പോലെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പം എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും കൂടെ അപ്പം പോയതാണ്. എന്താണെന്നുള്ളത് ഐ ഡോണ്ട് ഹാവ് എനി ഗസ്. അപ്പം സോ ലെറ്റ്സ് വെയിറ്റ്. പിന്നെ ഗൈസ്, എനിക്കെൻ്റെ അനിയൻ ഗിഫ്റ്റ് ചെയ്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് സെൻറ്റഡ് കാൻഡിൽസ് ആണ്. ഇത് നമ്മളൊരു മാളിൽ പോയപ്പം എനിക്കിഷ്ടമായി എന്ന് ഓനോട് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ എനിക്ക് മേടിച്ചെന്നതാണ്. സോ ഇതാണ് എൻ്റെ അനിയൻ്റെ ഗിഫ്റ്റ്. താങ്ക് യു. താങ്ക് യു ഗൈസ്. ഓരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ മുഷിഞ്ഞു, വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പം 11:30 ഓരിതുവരെ വന്നില്ല. ഫുഡ് മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, ഓല് വന്നു. They bought me cake. കേക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിക്കാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്താണ്? അൽബേക്ക്. നൃത്തം വയ്ക്കും പൂന്തെന്ന് മുത്തം വയ്ക്കാൻ എത്തുന്നുണ്ടേ പല്ലക്കിൽ. എന്തേ തൊള്ളാത്തു വാവേ വാവാച്ചി. തുമ്പക്കുടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി. മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. തിത്തി തിത്തി നൃത്തം വയ്ക്കും പൂന്തെന്ന്. ഇതിന്റെ അടുക്ക് ആദ്യം എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി തന്ന്. ഇത് ശ്രീകുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. ഏട്ടൻ തരാൻ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് അവൻ തന്നത്. ഏട്ടൻ 2 ദിവസം മുന്നേ ഇവിടെ ഉണ്ടേനി. അപ്പം ഏട്ടൻ തന്നിട്ട് പോയതാന്നാ പറഞ്ഞേ. ഹാപ്പി വിഷ് യു ഹാപ്പി ബർത്ത്ഡേ അച്ചു. അതുപോലെ കുറെ ചോക്ലേറ്റ്സും. നമുക്ക് നോക്കാം. ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മഗ്ഗാണ്. താങ്ക് യു ഗൈസ്. എനിക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ചോക്ലേറ്റ് ഉണ്ട് ഗൈസ്. അതിന്റെ ഇടയിൽ അച്ഛനും അമ്മയും എനിക്ക് വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സോ എന്തെങ്കിലും ഉണ്ടോ? എന്താ 12 മണിക്ക് കഴിഞ്ഞില്ലേ? സർപ്രൈസ് ആണ് ഇത്. ലോക്കൊക്കെ ഇട്ടിട്ട് പൂട്ടിക്കണ്. എന്തോ തുറക്കാൻ വെച്ചില്ലല്ലോ.
ഐഫോൺ എന്താ പേപ്പർ? ഞാനൊരു മിന്നായം പോലെ കണ്ടു. ഗൈസ് ഈ ഗിഫ്റ്റ് എന്താന്ന് ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല ഗൈസ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, പീപ്പിൾ അറൌണ്ട് മീ നെവർ ഫെയിൽസ് ടു സർപ്രൈസ് മീ. എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, അതേപോലെ തന്നെ സർപ്രൈസ് കിട്ടാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സോ രണ്ടും എൻ്റെ ലൈഫിൽ നന്നായിട്ടുണ്ടാവുന്ന കാര്യമാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ലൈക്ക്